പിയാസുനിൽ ഇന്നിപ്പോൾ സിദ്ധാർത്ഥ വരദരാജൻ നമ്മളോട് സംസാരിച്ചു. നിലവിലിരിക്കുന്ന എല്ലാ നിയമ നടപടിക്രമങ്ങളെയും മറികടന്നാണ് ഗുവാഹട്ടിയിലെ ക്രൈംബ്രാഞ്ച് ഇങ്ങനെ രണ്ടാമത്തെ ഒരു സമൻസ് കൂടി കരൺ ഥാപ്പറിന് വയറിന് അയക്കുന്നത്. ഒന്ന് ഓഗസ്റ്റ് 14 കിട്ടുന്നു, ഒന്ന് ഓഗസ്റ്റ് 18 കിട്ടുന്നു. പക്ഷെ അതിൽ ഏറ്റവും വിചിത്രമായ കാര്യം, എന്തിനാണ് ഈ സമൻസ് എന്നുള്ളത് പോലും രേഖപ്പെടുത്താതെ, FIRന്റെ ഡീറ്റെയിലിംഗ് പോലും പറയാതെയാണ് ഈ BNS 152 ചാർത്തി കൊടുത്തിരിക്കുന്നത്. മാധ്യമവേട്ടയാണോ? തീർച്ചയായും മാധ്യമവേട്ടയാണ്. നമുക്ക് 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാം. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് BBC-യുടെ ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. ആ ഡോക്യുമെന്ററി ഇന്ത്യയിൽ നിരോധിച്ചതാണ്. ആ ഡോക്യുമെന്ററിയുടെ അവസാന ഭാഗത്തിൽ ആ ഡോക്യുമെന്ററി സംവിധായക അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഡു യു തിങ്ക് എനിത്തിങ് ദാറ്റ് യു ഷുഡ് ഹാവ് ഡൺ ഡിഫറന്റ്ലി ഇൻ ദ പാസ്റ്റ് 1 year എന്നാണ് ചോദ്യം. മോദിയുടെ മറുപടി ഇങ്ങനെയാണ്: യെസ്, വൺ ഏരിയ വേർ ഐ വാസ് വെരി വെരി വീക്ക് and that was how to handle the media. How to handle the media. എങ്ങനെയാണ് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിൽ ഞാൻ ദുർബലനാണ് എന്ന് മോദി ആ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തി മാധ്യമങ്ങളെ വൃത്തിയായി കൈകാര്യം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് വാർത്താ ചാനലായിരുന്നു NDTV. 2022 ആ NDTV സ്ഥാപിച്ച അതിന്റെ എഡിറ്ററും സ്ഥാപകനുമൊക്കെയായ പിണറായി റോയ് പോലും അറിയാതെ ആ NDTVയുടെ ഉടമസ്ഥാവകാശം അദാനിയിലേക്ക് എത്തി. ഇന്ന് അദാനിയാണ് NDTVയുടെ ഉടമസ്ഥർ. 2002 ഗുജറാത്ത് കലാപം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനായിരുന്നു രാജ്ദീപ് സർദേശായി. 2003, 2004 കാലഘട്ടത്തിൽ NDTVയിൽ നിന്ന് മാറി രാജ്ദീപ് സർദേശായി തുടങ്ങിയ ചാനലാണ് CNN IBN എന്നത്. ഇന്ന് ആ ചാനലിന്റെ പേര് ന്യൂസ് 18 എന്നാണ്. ആ ചാനലിന്റെ ഉടമസ്ഥാവകാശം ഇന്ന് റിലയൻസിനാണ്. രാജ്ദീപ് സർദേശായി ഈ ഒരു ഞാനൊക്കെ എത്തിയ ഒരു കാലത്ത് 2003, 2004 കാലഘട്ടത്തിൽ അന്ന് വലിയ മത്സരമായിരുന്നു NDTVയും CNN IBN ഒക്കെ തമ്മിൽ. അപ്പോൾ രാജ്ദീപ് സർദേശായിയെ പിന്നീട് മാധ്യമ സ്ഥാപനങ്ങളിൽ കാണാതായി. അദ്ദേഹം പിന്നീട് ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റായി തുടരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നൊക്കെ തന്നെ കാണുന്നത്. അതുപോലെ എത്രയെത്ര മാധ്യമ പ്രവർത്തകർ 2014 ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ, ദേശീയ തലത്തിലൊക്കെ തന്നെ നിറഞ്ഞു നിന്ന എത്രയെത്ര മാധ്യമ പ്രവർത്തകർ അപ്രത്യക്ഷരായി. രവീഷ് കുമാർ, ശ്രീനിവാസ് ജെയിൻ, അങ്ങനെ ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഈ കാലത്തൊക്കെ തന്നെ അപ്രത്യക്ഷരാവുന്നത് കണ്ടു. ഇപ്പോ ഈ കരൺ താപ്പർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ടെലിവിഷൻ ജേർണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ വയറിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് എവിടെയും ജോലി കിട്ടരുത് എന്നത് സർക്കാരിന്റെ ഒരു തീരുമാനമായിരുന്നു. നേരത്തെ ഈ രാജ്യദ്രോഹ കുറ്റം എന്നത് 124A വകുപ്പ് എന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊണ്ടുവന്ന നിയമമാണ്. എന്തിനാണ് ആ നിയമം കൊണ്ടുവന്നത്? ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് അന്ന് നേതൃത്വം നൽകിയവരിൽ ഭൂരിഭാഗം പേരും മാധ്യമ പ്രവർത്തകരായിരുന്നു. നെഹ്റു എഴുത്തുകാരനായിരുന്നു, ഗാന്ധിജി 2 പത്രത്തിന്റെ എഡിറ്ററായിരുന്നു. അപ്പോൾ ഇവരൊക്കെ തന്നെ ഈ വാക്കുകളിലൂടെ, അക്ഷരങ്ങളിലൂടെ അഗ്നി പടർത്തി സ്വാതന്ത്ര്യ സമര സന്ദേശം രാജ്യത്താകെ പടർത്തിയതിനെതിരെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമമായിരുന്നു 124A വകുപ്പ്. ഈ കരിനിയമം ഇനി തുടരേണ്ടതില്ല എന്ന് കാണിച്ച് സുപ്രീം കോടതി ആ നിയമം റദ്ദാക്കി. പക്ഷെ BNS എന്ന പുതിയ നിയമ സംവിധാനം വന്നപ്പോ 152 എന്ന വകുപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യദ്രോഹ നിയമത്തെ അതേപോലെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. ഇപ്പോൾ അത് മാധ്യമ പ്രവർത്തകർക്കെതിരെ ഉപയോഗിക്കുന്നു. 2020 സെപ്റ്റംബർ മാസത്തിൽ ഉത്തർപ്രദേശിലെ ഹാത്രസിൽ ഒരു സംഭവമുണ്ടായി. ഈ ഹാത്രസിൽ ഒരു ദളിത് പെൺകുട്ടിയെ അന്ന് അവിടുത്തെ കുറെ യുവാക്കൾ ചേർന്ന് ആക്രമിച്ചു, ക്രൂരമായി ബലാത്സംഗം ചെയ്തു, കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി, പിന്നീട് അതിക്രൂരമായി ആക്രമിച്ചു. ആ ഒരു ബലാത്സംഗ കഥ പുറത്തു പറയാതിരിക്കാൻ ആ പെൺകുട്ടിയുടെ നാവ് മുറിച്ചു കളഞ്ഞു. അതിഗുരുതരമായി പരിക്കേറ്റ ആ പെൺകുട്ടി ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ വെച്ചാണ് മരിക്കുന്നത്. പിന്നീട് ഈ പെൺകുട്ടിയുടെ മൃതദേഹവുമായി ഉത്തർപ്രദേശ് പോലീസ് ഹാത്രസിലേക്ക് വന്നു. ഈ പെൺകുട്ടിയുടെ വീട് വളഞ്ഞു, ആ ഗ്രാമം മുഴുവൻ പോലീസ് വളഞ്ഞു. പിന്നീട് ആ പെൺകുട്ടിയുടെ ശരീരം പോലീസ് തന്നെ കത്തിച്ചു. ഈ സംഭവം ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഹാത്രസിൽ പോയി റിപ്പോർട്ട് ചെയ്തതാണ്. ആ വിഷയം മാധ്യമപ്രവർത്തകരാണ് പുറത്തു കൊണ്ടുവന്നത്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മലയാളി മാധ്യമപ്രവർത്തകനായ സിദ്ദീഖ് കാപ്പൻ ഈ ഹാത്രസിലേക്ക് എത്തുകയാണ്. പിന്നീട് നമ്മൾ അറിയുന്നത് പോപ്പുലർ ഫ്രണ്ട് അവിടെ വലിയ കലാപമുണ്ടാക്കാൻ എത്തി എന്ന് പറഞ്ഞ ആ സംഭവത്തിന്റെ നരേഷൻ ആകെ മാറുകയാണ്. അങ്ങനെ ഹാത്രസിൽ നിന്ന് മാധ്യമങ്ങളൊക്കെ തന്നെ മടങ്ങി. ഇതാണ് സംഭവിക്കുന്നത്. 2.5 വർഷത്തിലധികമാണ് സിദ്ദീഖ് കാപ്പൻ ജയിലിൽ കിടന്നത്. സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോ അന്ന് സോളിസിറ്റർ ജനറൽ ആയിരുന്ന തുഷാർ മേത്തയാണ് ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരായത്. ഒരു തെളിവും ആ കേസിൽ മുന്നോട്ട് വെക്കാൻ അന്ന് ഉത്തർപ്രദേശ് സർക്കാരിനുണ്ടായിരുന്നില്ല.
പിന്നീട് സിദ്ദിഖ് കാപ്പന് ജാമ്യം കിട്ടി, അദ്ദേഹം മാധ്യമപ്രവർത്തനം തന്നെ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ എത്രയെത്ര മാധ്യമപ്രവർത്തകർ, ഇപ്പോഴും 16 മാധ്യമപ്രവർത്തകർ ജയിലിൽ കിടക്കുന്നുണ്ട്. ന്യൂസ് ക്ലിക്കിന്റെ പുരകായസ്ഥയെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനായി സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. 2014 ശേഷം 28 മാധ്യമപ്രവർത്തകരാണ് രാജ്യത്ത് കൊല്ലപ്പെട്ടത്. പുലിസ്തർ പ്രൈസ് കിട്ടിയ ഡാനിക് സിദ്ദിഖി എന്ന ഫോട്ടോഗ്രാഫർ അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹമാണ് ഈ ഇന്ത്യയിലെ കോവിഡ് കാലത്ത് മൃതദേഹങ്ങൾ കൂട്ടത്തോടെ കത്തിച്ച ചിത്രമൊക്കെ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ എത്തിച്ചത്. താലിബാൻ അദ്ദേഹത്തെ അഫ്ഗാനിസ്ഥാനിൽ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. അതിന്റെ വസ്തുതയൊന്നും നമുക്കറിയില്ല. പക്ഷേ മാധ്യമപ്രവർത്തകർ അതിക്രൂരമായി ഈ മാധ്യമവേട്ടയ്ക്ക് രാജ്യത്താകെ മാധ്യമവേട്ടയ്ക്ക് ഇരയാകുന്നുണ്ട് എന്ന കാര്യം വലിയൊരു വസ്തുതയാണ്. അതുപോലെ തന്നെ ഈ ആദ്യകാലത്തൊക്കെ തന്നെ ഈ കാർട്ടൂണുകളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശന ഉപാധിയായിരുന്നത് മാധ്യമങ്ങളിൽ. അവൻ നെഹ്റുവിനെയൊക്കെ കളിയാക്കി ഒരുപാട് കാർട്ടൂണുകൾ ആ കാലത്തൊക്കെ തന്നെ വരുമായിരുന്നു. ശങ്കർ ആയിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാർട്ടൂണിസ്റ്റുകളിൽ ഒരാൾ. ഞാനിപ്പോൾ ഇരിക്കുന്ന നമ്മുടെ ഓഫീസിന് തൊട്ടപ്പുറത്തായിരുന്നു ശങ്കറിന്റെ വീട്. നെഹ്റു ഒക്കെ ആ വീട്ടിൽ വരികയായിരുന്നു. അപ്പോ നെഹ്റു ശങ്കറിനോട് പറയുമായിരുന്നു, ഡോണ്ട് സ്പെയർ മീ ശങ്കർ എന്ന് പറയായിരുന്നു. അതായത് എന്നെ ഒഴിവാക്കരുത്, എന്നെ കുറിച്ച് ഇനിയും വരയ്ക്കണം. അപ്പൊ നെഹ്റുവിനെയൊക്കെ ഒരുപാട് കളിയാക്കിക്കൊണ്ട് ഈ കാർട്ടൂണുകൾ വരച്ച അന്നത്തെ കാർട്ടൂണിസ്റ്റുകളെയൊക്കെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു ഇന്ത്യ കണ്ടതെങ്കിൽ ഇന്ന് അങ്ങനെ സർക്കാരിനെ വിമർശിക്കുന്ന ഒരു സംവിധാനവും വേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഭരണ സംവിധാനങ്ങൾ പോവുകയാണ്. അതിന് പണം ഉപയോഗിച്ചാണെങ്കിൽ പണം ഉപയോഗിച്ചില്ലാതാക്കുക, അതിനെ കായികമായിട്ടാണെങ്കിൽ കായികമായിട്ട് ഇല്ലാതാക്കുക, നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ആ രീതിയിൽ ഇല്ലാതാക്കുക. അങ്ങനെ ജനാധിപത്യത്തിന്റെ 4ാം തൂണെന്ന് നമ്മൾ പറയുമ്പോഴും ഈ 4ാം തൂണ് ഇപ്പോൾ ജനാധിപത്യത്തിന്റെ വെളിച്ചം കയറാത്ത ഒരു മൂലയിലേക്ക് അടിച്ചൊതുക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2020 ഡൽഹി കലാപം. ഈ 2020 ഡൽഹി കലാപം ഏഷ്യാനെറ്റിന് വേണ്ടി റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനാണ് ഞാൻ. ഏഷ്യാനെറ്റ് 48 മണിക്കൂർ അന്ന് കേന്ദ്ര സർക്കാർ ബാൻ ചെയ്തു. അന്ന് എന്റെ കൺമുന്നിൽ കണ്ട കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞതിനാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അന്ന് 48 മണിക്കൂർ കേന്ദ്ര സർക്കാർ ബാൻ ചെയ്തത്. പക്ഷേ നോക്കൂ, ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിച്ചാൽ അതൊക്കെ നമ്മൾ ഇനിയും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇതുപോലെ പ്രതികാര നടപടികൾ സ്വീകരിച്ചാലും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഈ രാജ്യത്ത് അവസാനിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു മാധ്യമ വേട്ടയാകാം, അതൊക്കെ ഒരു താൽക്കാലികമായ വേട്ട തന്നെയായിരിക്കും. പക്ഷേ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം വളരെ ശക്തമായി തന്നെ തുടരും. ഈ കാലവും കടന്നുപോകും എന്നതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഇതൊരു മാധ്യമ വേട്ട തന്നെയാണ്. പക്ഷേ അത് അധികകാലമൊന്നും തുടരാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വ്യക്തിപരമായി അനുഭവിച്ചിട്ടുണ്ട്. അതെ. അന്ന് മീഡിയ വണ്ണിനെയും ഏഷ്യാനെറ്റിനെയും ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പിന്നീട് ആ സമ്മർദ്ദങ്ങൾ വരുന്നത് നമ്മൾ കാണുന്നതാണ്. എന്തിനേറെ 6 പ്രധാനപ്പെട്ട സീനിയർ ജേർണലിസ്റ്റുകളെയാണ് അന്ന് ഈ സുനിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, അന്ന് ഞാൻ മറ്റൊരു മാധ്യമത്തിലായിരുന്നു, 24-ലായിരുന്നു. ആ സമയത്ത് ഈവൻ നമ്മുടെ രാജ്ദീപ് ദേശായി അടക്കം ഉള്ള ആളുകൾക്ക് അന്ന് പ്രത്യേക നോട്ടീസ് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു ഫാമർ കൊല്ലപ്പെട്ടു എന്ന് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ മാധ്യമവേട്ട അവിടെ തുടരുന്നുണ്ട്. ഇപ്പോൾ Meet the editors.